السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه، وأصلي وأسلم على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين أجمعين، أما بعد. فقد قال رسول الله صلى الله عليه وسلم: من سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. ബഹുമാനമുള്ള വിശ്വാസികളെ, അല്ലാഹുവിന്റെ മതം പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളവരെ, അള്ളാഹുവിൻ്റെ മതം പഠിക്കാൻ കഴിയുക എന്നുള്ള അനുഗ്രഹത്തെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ നാസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മൻദൂമത്തുൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കുക എന്നുള്ളതിനപ്പുറത്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ ആമുഖമായി ഉണർത്താനുള്ള ഒരു കാര്യം, നമ്മൾ ഈ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ ഒരു മതവിദ്യാർത്ഥി പഠിക്കേണ്ടത് സ്വാഭാവികമായും ഭാഷാ പഠനം, അങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പഠിച്ച്, ഫിഖ്ഹ് പഠിച്ച്, അതേപോലെ ഉസൂലുൽ ഫിഖ്ഹ് ഒക്കെ പഠിച്ച് അതിൻ്റെ തുടർച്ചയായി വരുന്ന ഒരു പഠന ശാഖയാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ. ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പ്രചരിപ്പിക്കുക, അത് ആളുകളിലേക്ക് എത്തിക്കുക, എല്ലാ വിജ്ഞാനങ്ങളും എല്ലാവർക്കും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത് ശരിയായ അർത്ഥത്തിൽ പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്, അത് പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൽ സംസാരിക്കുമ്പോൾ അത് ചെറിയൊരു വിഷയമല്ല, അതിന് ഇത്രത്തോളം വിജ്ഞാനങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും ഓർമ്മപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദർസ് സംഘടിപ്പിച്ചിട്ടുള്ളത്, ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തുടക്കത്തിലെ 6 ബൈത്തുകൾ നമ്മൾ ചൊല്ലി, നമ്മളതിൻ്റെ അർത്ഥം പെട്ടെന്ന് പറഞ്ഞു പോയി. കാരണം നമ്മൾ ഖവായിദിലേക്ക് കടന്നിട്ടില്ല, ആമുഖമാണ്. അതിലവസാനം അറിവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. യഥാർത്ഥ അറിവ് നമ്മളുടെ മനസ്സിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കും, നമ്മൾക്ക് സത്യം വെളിപ്പെടുത്തി തരും എന്നാണ് നമ്മൾ പറഞ്ഞത്. വയക്ഷിഫുൽ ഹഖ ലിദിൽ ഖുലൂബി, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വയക്ഷിഫുൽ ഹഖ ലിദിൽ ഖുലൂബി വയൂസിലുൽ അബ്ദ ഇലൽ മത്ലൂബി, ഒരു മനുഷ്യനെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അടുത്ത വരി മുതലാണ് നമ്മൾ ഇനി വായിക്കാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക. ഫഹ്രിസ് അലാ ഫഹ്മിക ലിൽ ഖവാഇദി ജാമിഅത്തിൽ മസാഇലിശ് ശവാരിദി. ഫഹ്രിസ് അലാ ഫഹ്മിക ലിൽ ഖവാഇദി ജാമിഅത്തിൽ മസാഇലിശ് ശവാരിദി. ഫഹ്രിസ്, അതുകൊണ്ട് നീ താല്പര്യം കാണിക്കണം, ഹിർസ് കാണിക്കണം. നമുക്കറിയാം, ഏതൊരു വിഷയത്തിലും നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിലാണ് നമ്മളത് പ്രവർത്തിക്കുക, മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക. മറ്റുള്ളതെല്ലാം കേവലമായ കാട്ടിക്കൂട്ടലുകളായി തീരും താല്പര്യമില്ലാതെ നമ്മൾ പ്രവർത്തിച്ചാൽ. നമ്മളൊരാൾ എത്ര നിർബന്ധിച്ചാലും നമ്മൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടത് ചെയ്യൂലല്ലോ. അതുകൊണ്ട് നീ താല്പര്യം കാണിക്കണം. ഫഹ്രിസ്
അലാ ഫഹ്മിക നീ മനസ്സിലാക്കാൻ ലിൽ ഖവാഇദി ഈ ഖാഇദകൾ പഠിക്കാനും മനസ്സിലാക്കാനും നീ താല്പര്യം കാണിക്കണം എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഫഹ്രിസ് അലാ ഫഹ്മിക ലിൽ ഖവാഇദി. നമ്മൾ പറഞ്ഞു ഈ പൊതുനിയമങ്ങൾ പഠിച്ചാൽ ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ, ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ പുതിയൊരു പ്രശ്നം വരുമ്പോൾ ആ പൊതുനിയമങ്ങൾ മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെയാണ്, ഇതിലേക്കാണ് അത് ചേർക്കേണ്ടത്, ഇതിലേക്ക് ചേർക്കാൻ പാടില്ല എന്നൊക്കെ മുത്തഫഖിഹായ, അതായത് ഫിഖ്ഹ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും. ഖവാഇദ് പഠിക്കാൻ നീ താല്പര്യം കാണിക്കണം, മനസ്സിലാക്കാൻ. ഫഹ്മിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലാക്കൽ. ഫഹ്മിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലാക്കലിൽ നീ താല്പര്യം കാണിക്കണം. എന്ത് മനസ്സിലാക്കാൻ? ലിൽ ഖവാഇദി, ഖാഇദകൾ, നിയമങ്ങൾ, ഈ പൊതുനിയമങ്ങൾ, നമ്മൾ അങ്ങനെയാണല്ലോ അർത്ഥം വെച്ചത്. പൊതുനിയമങ്ങൾ മനസ്സിലാക്കുന്നതിൽ നീ താല്പര്യം കാണിക്കണം. ഈ പൊതുനിയമങ്ങളുടെ പ്രത്യേകത ജാമിഅത്തിൽ മസാഇലി അശ്ശവാരിദി, ഈ ചിതറിക്കിടക്കുന്ന ഷവാരിദ് എന്ന് പറഞ്ഞാൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന, വിട്ടുവിട്ട് കിടക്കുന്ന വിദൂരതയിലുള്ള മസ്അലകളെ, വിഷയങ്ങളെ ഒരുമിപ്പിക്കുന്ന ഈ പൊതുനിയമങ്ങൾ പഠിക്കാൻ നീ താല്പര്യം കാണിക്കണം. അത് ഫിഖ്ഹിന്റെ വിഷയത്തിൽ മാത്രമല്ല, അഖീദയുടെ വിഷയത്തിലാണെങ്കിലും ഏത് മത വിഷയങ്ങളിലാണെങ്കിലും ഇങ്ങനെ എല്ലാ മസ്അലകളെയും ഒരുമിപ്പിക്കുന്ന പൊതുനിയമങ്ങൾ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? താല്പര്യം കാണിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പൊതുനിയമങ്ങൾ പഠിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവന് പെട്ടെന്ന് എളുപ്പമായി തീരും എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഫതർതഖി, അടുത്ത വരി ഫതർതഖി, അപ്പോൾ നിനക്ക് ഉയരാൻ സാധിക്കും. ഫതർതഖി ഫിൽ ഇൽമി ഖൈറ മുർതഖ وتقتفي سبل الذي قد وفق فترتقي في العلم خير مرتقى وتقتفي سبل الذي قد وفق. നിങ്ങൾ കാണുന്നുണ്ടാവും ഫതർതഖി, അപ്പോൾ നിങ്ങൾക്ക് കയറാൻ സാധിക്കും, ഉയരാൻ സാധിക്കും. ഫിൽ ഇൽമി, അറിവിൻ്റെ വിഷയത്തിൽ, വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ നിനക്ക് ഉയരാൻ സാധിക്കും, അറിവിൽ നിനക്ക് ഉയരാൻ സാധിക്കും. ഖൈറ മുർതഖ, ഒരു നല്ല ഉയർച്ച നിനക്ക് ലഭിക്കും. വതഖ്തഫി, അതിലൂടെ നീ നിനക്ക് പിൻപറ്റാൻ സാധിക്കും. സുബുലല്ലദി, ഒരു കൂട്ടരുടെ മാർഗം. ഖദ് വുഫിഖ, തൗഫീഖ് കൊടുക്കപ്പെട്ട ആളുകൾ, അള്ളാഹു തൗഫീഖ് കൊടുത്ത ആളുകളുടെ, അതായത് സലഫുസ് സാലിഹീങ്ങളുടെ മാർഗം പിൻപറ്റാനും നിനക്ക് സാധിക്കും എന്നുള്ളതാണ്. മുൻഗാമികളൊക്കെ ഇങ്ങനെയാണ് പഠിച്ചിരുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പഠനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട ആമുഖങ്ങളൊക്കെ തന്നെയും ഇതുവരെ നമ്മൾ ചൊല്ലിയതെല്ലാം തന്നെയും നമുക്കൊരു പ്രോത്സാഹനം തരികയാണ് അദ്ദേഹം ചെയ്തത്. പ്രോത്സാഹിപ്പിക്കുകയാണ്. മതം പഠിക്കുന്ന ഏതൊരു ചെറിയ വിദ്യാർത്ഥിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ് മുന്നോട്ട് വരിക. ഞാൻ ആ ഹിർസിൻ്റെ കാര്യം പറഞ്ഞ് നല്ലോണം ശ്രദ്ധിക്കുക. താല്പര്യമില്ലാതെ നമ്മളെ ഒരാൾ എത്ര കെട്ടി വലിച്ചിട്ടും കാര്യമില്ല, നമ്മളത് ചെയ്യൂല. നമുക്ക് താല്പര്യം ഉണ്ടാക്കണം എന്നാണ്. ഞാൻ ആ വിഷയത്തിൽ ഓർക്കുന്ന ഒരു സംഭവം, താല്പര്യത്തിൻ്റെ വിഷയത്തിൽ ഓർക്കുന്ന ഒരു സംഭവം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള താല്പര്യങ്ങളാണ് കാര്യം. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾക്കും വിളിച്ചാൽ നമ്മൾ ഉദ്റുകൾ പറയലുണ്ടല്ലോ, ഇത് ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. പല വിഷയങ്ങൾക്കും വിളിച്ചാൽ നമ്മൾ അതെനിക്ക് ഇന്ന കാര്യമുണ്ട്, എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരു തലവേദന, ഒരു വയറുവേദന, നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്ര പനി ഉണ്ടെങ്കിലും, ഇനി എന്ത് മഴയാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും. താല്പര്യമാണ് വിഷയം. താല്പര്യമില്ലെങ്കിൽ നമ്മളത് ചെയ്യൂല. അത് നമ്മൾ കൃത്യമായി പഠിക്കണം. മനസ്സിനല്ല, ശരീരത്തിനല്ല രോഗം ബാധിക്കുക, മനസ്സിനാണ് രോഗം ബാധിക്കുക. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു സംഭവം സൂചിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം മദീന പള്ളിയിൽ, ഞാൻ ചുരുക്കി പറയണം, അദ്ദേഹം മദീന പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ കഥകൾ നല്ല ശ്രദ്ധിക്കുക, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാല് ഇല്ലാത്ത ഈ നമ്മൾ ഈ ഊന്നുവടിയുമായി പിടിച്ചടക്കുന്ന ഒരു മനുഷ്യൻ മദീന പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. അത് ദീർഘമായ നിസ്കാരമാണ് മദീന പള്ളിയിലെ നിസ്കാരം. നമുക്കറിയാലോ, നിസ്കരിച്ചവർക്കറിയാം. ദീർഘമായി നിസ്കരിക്കുന്നത് കണ്ടു. അതായത് അദ്ദേഹം കാല്
വയ്യാതെയാണ് നിസ്കരിക്കുന്നത്, നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്, ഇരുന്നിട്ടും കൂടിയല്ല, നിന്നിട്ടാണ് അദ്ദേഹം അത്രയും ഖുർആൻ പാരായണം ചെയ്യുന്നത്. അപ്പം ആ സംഭവം കണ്ടതിന് ശേഷം ഷെയ്ഖ് അബ്ദുൾ റസാഖ് പറയാണ്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്താണ്, അദ്ദേഹം എന്നെ പഠിപ്പിച്ചൊരു പാഠം വേറെ എവിടുന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ശരീരത്തിനല്ല രോഗം, നമ്മുടെ മനസ്സിനാണ് രോഗം ബാധിക്കുക. അപ്പം ശരീരത്തിൻ്റെ ക്ഷീണമല്ല, മനസ്സിൻ്റെ ക്ഷീണമാണ് ശരിക്കുള്ള ക്ഷീണം. അപ്പം നമ്മൾ ആലോചിക്കുക, മതം പഠിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരുന്നുണ്ടോ, ഖുർആൻ ഓതുമ്പോൾ ക്ഷീണം വരുന്നുണ്ടോ? അത് നമ്മുടെ മനസ്സിൻ്റെ ക്ഷീണമാണല്ലോ. അപ്പോൾ മനസ്സിൻ്റെ താല്പര്യങ്ങളും ക്ഷീണവുമാണ് പ്രധാനം എന്നുകൂടി ആ താല്പര്യത്തിൻ്റെ വിഷയത്തിലൊരു കൂട്ടിച്ചേർക്കൽ എന്നുള്ള നിലക്കാണ് നമുക്ക് താല്പര്യം കാണിക്കുക. ഇനി അതിൽ 9ാമത്തെ ബൈത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണും. നമ്മളിതിങ്ങനെ ഓതിപ്പോവാണ്. ഫഹാദിഹി ഖവാഇദുൻ നദംതുഹാ മിൻ കുതുബി അഹ്ലിൽ ഇൽമി ഖദ് ഹസ്സൽതുഹാ. ഇതെന്താണ്, ഈ കിതാബിൽ എന്താണ് ഞാൻ പറയുന്നത്? ഇത് ആകെ കുറച്ചുള്ളൂ. ഈ കിതാബ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ബൈത്തുകൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എന്നാൽ ഇതിലെന്താണ് ഉള്ളത്? ഫഹാദിഹി, ഇത് നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഖവാഇദുൻ, ചില പൊതു നിയമങ്ങളാണ്. നദംതുഹ, ഞാനത് കോർത്തെടുത്തിട്ടുണ്ട്, കവിതയാക്കിയിട്ടുണ്ട്. കവിതയാക്കി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഗദ്യരൂപത്തിൽ പറയുന്നത് പോലെ അല്ലല്ലോ, അദ്ദേഹം പദ്യരൂപത്തിൽ പറയാം. കുട്ടികൾക്ക് ഹിഫ്ളാക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെയും അറബി അറിയുന്നവർക്ക് ചൊല്ലി പഠിക്കാൻ എളുപ്പമാണ്, ചൊല്ലി പഠിക്കാൻ എളുപ്പമുള്ള നിലക്കാണ് അദ്ദേഹം നദ്മ് ചെയ്തത്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചത്? മിൻ കുതുബി അഹ്ലിൽ ഇൽമി, അറിവുള്ളവരുടെ ഗ്രന്ഥം, അതായത് അറിവുള്ള ആലിമീങ്ങളുടെ കിതാബുകളിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഖവായിദുൽ ഫിഖ്ഹിയയുടെ വിഷയത്തിൽ ഹംബലി സരണി, മാലിക്കി സരണി, അതുപോലെ തന്നെ ഷാഫിഈ, ഹനഫി ഇങ്ങനെയുള്ള കർമ്മശാസ്ത്ര സരണിയിലുള്ള മുഴുവൻ അധിക ഗ്രന്ഥങ്ങളുടെയും അല്ലെങ്കിൽ കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേരുകൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാനിത് എടുത്തത്. ഖദ് ഹസ്സൽതുഹ, ഞാനത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അറിവ് അതിൻ്റെ ആളുകളിലേക്ക് ചേർത്തി പറയണം. അത് എവിടുന്ന് കിട്ടിയെന്ന് പറയണം. അതാണ് അതിൻ്റെ ഒരു ശൈലി. അറിവ് നമുക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറയണം. ഇത് എവിടുന്ന് കിട്ടി? ഇപ്പോൾ ഈ ഗ്രന്ഥം ഞാൻ എവിടുന്ന് പഠിച്ചു? ഞാൻ അതിൻ്റെ ഉസ്താദന്മാരിന്ന് പഠിച്ചതാണ്. അത് ആരാണ് നിങ്ങൾക്ക് പറഞ്ഞത്? ഇന്ന ഉസ്താദ് പഠിപ്പിച്ച് തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം നമ്മൾ, ആ ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. നമുക്ക് എവിടുന്ന് കിട്ടി, എനിക്ക് ആരത് പറഞ്ഞു തന്നു എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് നല്ലതാണ്. ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് നല്ലതാണ്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം ആ ഒരു ഭാഗം പറഞ്ഞത്. ഇനി അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജസാഹുമുൽ മൗല അളീമൽ അജ്രി വൽ അഫ്വ മഗ്ഫറാനിഹി വൽ ബിർരി. ജസാഹുമുൽ മൗല, അൽ മൗലയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകട്ടെ. അളീമൽ അജ്രി, ഏറ്റവും മഹത്തായ പ്രതിഫലം തന്നെ അവർക്ക് നൽകട്ടെ. പിന്നെയോ വൽ അഫ്വ, അവർക്ക് അള്ളാഹു വിട്ടുവീഴ്ച നൽകട്ടെ. അത് മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തന്നെ പരസ്പരം പ്രാർത്ഥിക്കുക എന്നുള്ളത് നല്ലൊരു ശൈലിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കണേ, അയാളുടെ കുടുംബത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് തീർത്തു കൊടുക്കണേ. വൽ അഫ്വ മഗ്ഫറാനിഹി, അള്ളാഹുവിൻ്റെ പാപമോചനത്തിനോട് കൂടെ അപ്പോൾ അതും കൊടുക്കണം. വൽ ബിർരി, അള്ളാഹു അയാൾക്ക് നന്മകൾ ഇഹ്സാനുകൾ ചെയ്തു കൊടുക്കട്ടെ ഈ പറയപ്പെട്ട പണ്ഡിതന്മാർക്കൊക്കെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതോടുകൂടി ആമുഖം അവസാനിക്കണം. ഇനി നമ്മൾ നമ്മുടെ ഖായിദകളിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞതൊക്കെ ആമുഖമാണ്, നമുക്കൊരു താല്പര്യം ഉണ്ടാക്കാനും ഇതെവിടെ നിന്ന് കിട്ടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഫഖീഹായ കർമ്മശാസ്ത്രത്തിൽ അത്ര നിപുണതയുള്ള ഒരു പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഗ്രന്ഥം നമ്മൾ ആ ഒരു അർത്ഥത്തിൽ കൂടി വായിക്കണം. അങ്ങനെയുള്ളൊരു പണ്ഡിതൻ്റെ ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. ജീവിതം മുഴുവൻ അറിവിന് വേണ്ടി മാറ്റിവെച്ച ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു, ഒരുപാട് ശിഷ്യന്മാരുണ്ടാക്കി, അതേപോലെ തന്നെ അറിവിന് വേണ്ടി മുഴുവൻ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ എഴുതിയ ആള്. ഇൻഷാ അല്ലാഹ് നമ്മൾ 1ാമത്തതിലേക്ക് കിടക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് വിശദമായി തന്നെയാണ് ഓരോന്നും പറയുന്നത്. ഇനി പറയുന്ന ഓരോന്നും നമ്മളിങ്ങനെ ചൊല്ലിപ്പോകുന്നതിനപ്പുറത്ത് പഠിക്കുകയാണ്. അപ്പം ആദ്യത്തെ ഖായിദ, ആദ്യത്തെ പൊതു നിയമം അതാണ് അന്നിയതു ശർത്തുൻ ലിസായിരിൽ അമൽ ബിഹസ്സലാഹു വൽ ഫസാദു ലിൽ അമൽ. അന്നിയതു ശർത്തുൻ ലിസായിരിൽ അമൽ ബിഹസ്സലാഹു വൽ ഫസാദു ലിൽ അമൽ. നിയ്യത്ത്,
നിയ്യത്ത് എന്താണ്? ഷർത്തുൻ, നിബന്ധനയാണ്. ലിസായിരിൽ അമലി, മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നിബന്ധനയാണെന്ത്? നിയ്യത്ത്. അപ്പം ഏത് പ്രവർത്തനം സ്വീകരിക്കണമെങ്കിലും നിയ്യത്ത് വേണം. പിന്നെ ബിഹസ് സ്വലാഹു, ആ നിയ്യത്ത് കൊണ്ടാണ് സ്വലാഹ്, ഒരു കർമ്മം ശരിയാകുന്നത്. വൽ ഫസാദു, ഒരു കർമ്മം ശരിയാകാതെ കേടുവരുന്നത്. അല്ലിൽ അമൽ, ഒരു കർമ്മത്തിനുള്ള സ്വലാഹ് ഫസാദ് തീരുമാനിക്കുന്നത് നിയ്യത്താണ്. അപ്പം ഇതിൽ നമുക്കൊരു 11 കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ ഇരിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇപ്പം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കും. കുറച്ച് മെല്ലെ മെല്ലെ പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ആദ്യം എന്താണ് പിന്നെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, പിന്നെ അതേപോലെ തന്നെ ഈ ഖായിദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഒരു മസ്അല, ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഉദ്ദേശങ്ങളാണ് നിയ്യത്ത്. ഭാഷയിൽ നമ്മളൊരു തീരുമാനം തീരുമാനിച്ചാൽ അതിനെ നിയ്യത്ത് എന്ന് പറയും. ശറഇൽ, മതത്തിൽ 2 അർത്ഥങ്ങൾക്കാണ് പൊതുവെ നിയ്യത്ത് പ്രയോഗിക്കപ്പെടലുള്ളത്. ഒന്ന് പൊതുവായ അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ, നമ്മൾക്ക് ഉപകാരം കിട്ടുന്ന, നമ്മൾക്ക് ദോഷം വരുത്താത്ത ഒരു കാര്യത്തിന് നേരെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം, നമ്മളതിന് മലയാളത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കും, ആ കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കും. ഏത് പ്രവർത്തനം ചെയ്യും, ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ പോലും നമുക്കൊരു നിയ്യത്തുണ്ട്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം നിയ്യത്ത് വെച്ച പല കാര്യങ്ങളും നമ്മൾക്ക് ഏത് പ്രവർത്തനത്തിന് പിന്നിലും നമ്മൾക്ക് നിയ്യത്തുണ്ടാകും. അതാണ് പൊതുവായൊരർത്ഥം. പിന്നെ ഖാസായ, പ്രത്യേകമായൊരർത്ഥം നിയ്യത്തിനുണ്ട്. അപ്പം അത് രേഖപ്പെടുത്തേണ്ടവർക്ക് രേഖപ്പെടുത്താം. പൊതുവായ അർത്ഥം നമ്മുടെ ഉദ്ദേശങ്ങൾ എന്നുള്ളതാണ്. ഏത് കർമ്മത്തിനു നേരെയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം, അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരമാണ് അതിനോടുള്ള നിയ്യത്ത്. പൊതുവായ അർത്ഥം എന്താണ് ഇതിന്? പ്രത്യേകമായ അർത്ഥം എന്താണ്? ഒരു കർമ്മം ചെയ്യുന്നത് കൊണ്ടോ, ഒരു കർമ്മം നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സാമീപ്യം പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യാം. ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത് കൊണ്ടോ ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ അള്ളാഹിൻ്റെ സാമീപ്യം ഉദ്ദേശിക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി പ്രത്യേകമായൊരു അർത്ഥമാണ് ശറഇലുള്ളത്. അങ്ങനെയും അർത്ഥം ഇതിനുണ്ട് എന്നർത്ഥം. അതാണ് നമ്മൾ ഇഖ്ലാസ് എന്നുള്ള പേരിലൊക്കെ നമ്മൾ പൊതുവെ പറയാറുള്ളത്. നിയ്യത്ത് വേണം, നല്ല നിയ്യത്ത് വേണം, ഇഖ്ലാസ് വേണം എന്നൊക്കെ നമ്മൾ പറയില്ല. കുറച്ചുകൂടി ആത്മാർത്ഥമായി ചെയ്യണം, എന്ത് ചെയ്യുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ നല്ലൊരു നിയ്യത്താക്കണം എന്നൊക്കെ പറയും. നമ്മൾ തുടർന്ന് ഇൻഷാ അല്ലാഹ് പറയും. ഈ ഖായിദയുടെ അർത്ഥം എന്താണ്? ഈ ഖായിദയുടെ അർത്ഥം, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും, അത് സംസാരങ്ങളാകട്ടെ, നമ്മുടെ അവയവങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാകട്ടെ, അതല്ല നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന സ്നേഹം, പ്രതീക്ഷ, ബരമേൽപ്പിക്കൽ, അങ്ങനെ ഇഖ്ലാസ്, നമ്മൾ അങ്ങനെ ഖൽബിന് പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ ഹൃദയത്തിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ, അവയവങ്ങളെ കൊണ്ട് നമ്മൾ അതിനെ തുടർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ, നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ഖൗലുകളാകട്ടെ, ഇത് എല്ലാത്തിനും തന്നെയും അതിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഉദ്ദേശം പരിഗണനീയമാണ്. എന്താണ് ഈ ഖായിദക്ക് തെളിവ്? അതാണ് നമ്മൾ പിന്നെ പഠിക്കാനിരിക്കുന്നത്. എന്താണ് ഈ ഖായിദക്ക് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്തി, തീർച്ചയായും കർമ്മങ്ങൾ നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ശരിയാവുക. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാനവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ നിയ്യത്ത് വെച്ചത് അതാണ് കിട്ടുക. ഈ ഖായിദ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ ഈ ആറ്റിക്കുറുക്കിയ ഈ വാക്ക് പഠിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രവർത്തനങ്ങൾക്കും ഒരു അർത്ഥതലം വരികയാണ്. ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതിനപ്പുറത്ത് നമ്മളൊരു കസ്ദോട് കൂടി, ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ മതം പഠിക്കുന്ന ഒരു സദസ്സിലിരുന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനാകാം എന്ന ഉദ്ദേശമാണോ നമ്മുടെ മനസ്സിൽ, എങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. അതല്ല, എല്ലാവരും വന്നിരിക്കുമ്പോൾ നമ്മളും വന്നിരിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളത് കിട്ടും. എല്ലാവർക്കും അവരെന്താണോ ഉദ്ദേശിച്ചത് അതാണ് കിട്ടുക. ഇതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ഖായിദക്ക് ഖുർആനിൽ തെളിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ച് നിങ്ങൾ ചെയ്യുന്ന പദങ്ങൾ, ഇബ്തിഗാഅ മർളാത്തില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തുകളൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന്
പിന്നെ സൂറത്തു നിസായിലൊക്കെ വന്നതുപോലെയുള്ള ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസി വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാ. ആരെങ്കിലും ഇത്തരത്തിലുള്ള ഈ പറയപ്പെട്ട രഹസ്യങ്ങളിൽ പിന്നെ പരസ്പരം ഉപദേശിക്കൽ, അതൊക്കെ അള്ളാഹുവിൻ്റെ മറളാത്ത് തൃപ്തികൾ ഉദ്ദേശിച്ച്, അള്ളാഹിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് ചെയ്താൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമ, അവന് നാം വമ്പിച്ച പ്രതിഫലം കൊടുക്കും. അപ്പം നല്ല നിയ്യത്തുണ്ടെങ്കിലേ അള്ളാഹ് പ്രതിഫലം തരുള്ളൂ. ഈ ആയത്ത് ഖണ്ഡിതമായി പറയാണ്. അള്ളാഹിനെ ഉദ്ദേശിച്ച് ചെയ്താലേ പ്രതിഫലം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യം, സഅദേ ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ. ആ ഹദീസ് നമ്മൾ പഠിക്കുക. ഒരു ഹദീസും കൂടിയാണ്. ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്. അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് നീ എന്തെങ്കിലും ഒരു സ്വതക്ക അല്ലെങ്കിൽ ഒരു ചെലവഴിച്ചാൽ ഇല്ലാ ഉജിർത ബിഹ, പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. ഹത്താ മാ തജഅലു ഫീ ഇംറഅതിക, നീ നിന്റെ ഭാര്യയുടെ വായയിൽ വെച്ചു കൊടുക്കുന്ന ഉരുളക്ക് വരെ അള്ളാഹിൻ്റെ അടുത്ത് കൂലിട്ടുന്നതാണ്, നല്ല നീയത്തുണ്ടെങ്കിൽ. അപ്പം നീയത്ത് പരിഗണനീയമാണ് എന്നാണ് ഒന്നാമത്തെ കായിക. ഇതിൽ നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത് 2 രൂപത്തിലാണ് ഉലമാക്കൾ നീയത്തിനെ കണ്ടിട്ടുള്ളത്. 2 രൂപത്തിൽ. നമ്മളും തന്നെ പല ക്ലാസ്സുകളിൽ പല രൂപത്തിലായിരിക്കും നീയത്ത് കേട്ടിട്ടുണ്ടാവുക. നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കായികൻ്റെ ഇനി ഇതിലെങ്ങനെയാണ് നിയമങ്ങൾ നമ്മളത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് വരും. രണ്ടാമത് നമ്മൾ ഒന്നാമത് ഈ കായികൻ്റെ ഒരു അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറയുന്നത് അതിൻ്റെ തെളിവൊക്കെയാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് പണ്ഡിതന്മാർ ഈ ഒരു നീയത്തിനെ ചർച്ച ചെയ്തിട്ടുള്ളത് 2 രൂപത്തിലാണ്. ഒന്ന് പിന്നെ ആ കർമ്മം എന്നുള്ള അർത്ഥത്തിൽ. എന്താണ് ആ കർമ്മം? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലോഹർ നിസ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സുബഹി നിസ്കരിച്ചല്ലോ. ഇപ്പോൾ സുബഹി നിസ്കാരം എത്ര റക്അത്താണ്? 2 റക്അത്ത്. സുബഹിന്റെ മുമ്പ് നമ്മൾ എന്ത് നിസ്കരിച്ചു? സുന്നത്ത് നിസ്കരിച്ചു. അതും എത്ര റക്അത്ത് തന്നെയാണ്? 2 റക്അത്ത്. അപ്പൊ നമ്മൾ തീരുമാനിച്ചതാണ് ഇത് സുബഹിയാണ്, മറ്റേത് സുന്നത്താണ്. 2 റക്അത്ത് തന്നെയാണ്. 2 നമ്മൾ ഏകദേശം ഒരേ കർമ്മങ്ങളാണ് ചെയ്തത്, അല്ലേ? അപ്പൊ ആ കർമ്മം പരിഗണിക്കുക. അതാണ് ഫുഖഹാക്കള്, ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ആ കർമ്മത്തെ പരിഗണിച്ചു. ഇപ്പോൾ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ളുഹ്റാണോ അസറാണോ നമ്മളെ നിയ്യത്ത് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പരിഗണിക്കുക, കർമ്മത്തെ പരിഗണിക്കും. അതാണ് ഫുഖഹാക്കളൊക്കെ പരിഗണിക്കുക. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ അഖീദ പണ്ഡിതന്മാരൊക്കെ, അല്ലെങ്കിൽ ഈ പിന്നെ ആത്മസംസ്കരണത്തിന് പണ്ഡിതന്മാരൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ അത് ചെയ്തത്, എന്താണ് ചെയ്തതെന്ന് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ ചെയ്തത്? അതോ ആളുകളുടെ പ്രീതി കിട്ടാനാണോ ചെയ്തത്? അവർ പുകഴ്ത്തി പറയാനാണോ ചെയ്തത്? ആ ഒരു വശമാണ് ആര് പരിഗണിക്കുക? ഈ അഖീദ പണ്ഡിതന്മാരൊക്കെ പരിഗണിക്കുക. അതാണ് രണ്ടാമത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 2 രൂപത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. ളുഹ്റാണോ അസറാണോ 4 റക്അത്തുള്ള ഈ കർമ്മം എന്ത് എന്നതൊരു നിയത്താണല്ലോ. അതേപോലെ തന്നെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതും തന്നെയാണ് നിയത്ത് തന്നെയാണ്. ഇത് രണ്ടും 2 രൂപത്തിലാണ് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ പല ക്ലാസ്സുകളിൽ പല രൂപത്തിലായിരിക്കും ഇത് കേട്ടിട്ടുണ്ടാവുക എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് 2 രൂപത്തിലാണ് ചർച്ച പോകുന്നത് എന്ന് കൃത്യമായി പറഞ്ഞത്. ഒരു കാര്യം കൂടി നമ്മൾക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് 11 കാര്യം ഈ ഒരു കായികയിൽ പഠിക്കാനുണ്ട്. ഇപ്പം 2 കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന്, ഈ കായികൻ്റെ അർത്ഥം എന്താണ്. ഈ കായിക പൊതുവെ പറയല്, അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ്? അൽ ഉമൂറു ബി മഖാസിദിഹ. അൽ ഉമൂറു ബി മഖാസിദിഹ. എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക, തള്ളപ്പെടുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ പ്രതിഫലനങ്ങൾ പുറത്തേക്ക് വരിക. അൽ ഉമൂറു ബി മഖാസിദിഹ. അതിനെ കേൾക്കുന്ന ഇനി ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്ന ആളുകളുണ്ടാവും. അൽ ഉമൂറു ബി മഖാസിദിഹ എന്നാണ്. ഇതൊരു വലിയ ഖായിദയാണ്. പ്രധാനപ്പെട്ട ഈ ഖവായിദുൽ ഫിഖ്ഹിയിൽ തന്നെ, അൽ ഖവായിദുൽ ഫിഖ്ഹിയിൽ തന്നെ 5 ഖായിദകൾ ഏറ്റവും അൽ കുബ്ര എന്നറിയപ്പെട്ട ഖായിദകളാണ്. അതിൽ ഒന്നാണിത്. അൽ കുബ്ര ഏറ്റവും വലിയ ഖായിദകൾ എന്നറിയപ്പെട്ട ഒരു ഖായിദയിലാണെന്ത് ഈ ഖായിദ ഉള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും നിയത്തുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നുള്ള ത്വാഅത്താക്കാം എന്ന് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ പ്രവൃത്തി പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറങ്ങുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ ഒരാൾ നിയത്ത് വെക്കുകയാണ്. ഇനി ശരീരത്തിന് ഒരു റാഹത്ത് കൊടുത്ത് ഇബാദത്ത് ചെയ്യാൻ കുറച്ചുകൂടി എന്ത് കിട്ടണം?
ഉഷാറ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, കിടന്നുറങ്ങണത്. എങ്കിൽ ആ ഉറക്കത്തിന് ഒരെന്തിട്ടു, കൂലിട്ടു. അതേപോലെ തന്നെ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കണം, അതൊരു അനുവദിക്കപ്പെട്ട കാര്യമാണല്ലോ, ഇബാദത്തൊന്നല്ലല്ലോ. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ നിയ്യത്ത് എന്താണെന്ന് വിചാരിച്ചോളി. നമ്മളെ നിയ്യത്ത് എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ ഭക്ഷണം കഴിച്ച് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ച് ഇതുകൊണ്ട് എനിക്കുണ്ടാകുന്ന ആരോഗ്യം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാനും ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു ശക്തിയാകും എന്നൊക്കെ നിയ്യത്ത് വെച്ച്, ആ നിയ്യത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിരിക്കും അവരുടെ ജീവിതം. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചൊരു ജീവിതമായിരിക്കും. മറ്റേത് നമ്മളൊരു യാന്ത്രികമായ പ്രവർത്തനങ്ങളായിരിക്കും. നമ്മൾ ഇന്ന് സുബഹി നിസ്കരിച്ചപ്പോൾ ആ സൊഫിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ കൂലിയാണോ കിട്ടുക? ഒരിക്കലും അല്ല. ഒരേ കൂലി കിട്ടൂലല്ലോ. അവരുടെ നിയ്യത്ത് അനുസരിച്ചിട്ട് അവരുടെ സുജൂദ് ചെയ്യുമ്പോഴും റുക്കൂ ചെയ്യുമ്പോഴും അതൊക്കെ നല്ല ഉണർവോടുകൂടി ഓർമ്മയോടുകൂടി ആ ദിക്റൊക്കെ ചൊല്ലിയത് നല്ല മനസ്സറിഞ്ഞിട്ടാണോ എന്നുള്ളത് പരിഗണനീയമാണ് എന്നാണ് നാം പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിയ്യത്ത് വെക്കുന്നതിൻ്റെ ഹുക്കം എന്താണ്? നിയ്യത്ത് ഇബാദത്താണല്ലോ അല്ലേ, ഒരു ആരാധനാ കർമ്മമാണല്ലോ. അപ്പോൾ അത് എവിടുന്നാണ് ഉണ്ടാകേണ്ടത്? നിയ്യത്ത് എവിടുന്ന് ഉണ്ടാവുക? ഹൃദയത്തിൽ നിന്നാണ് നിയ്യത്ത് ഉണ്ടാകേണ്ടത്. അതായത് നിയ്യത്ത് ചൊല്ലി പറച്ചിലില്ല. ചൊല്ലി പറയുന്നത് ബിദ്അത്താണെന്ന് വരെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യങ്ങൾ ചൊല്ലി പറയാ, റസൂലുള്ളാഹി ചൊല്ലി പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ഇപ്പം പിന്നെ നോമ്പ് വെക്കാണ്, ഇന്നിപ്പം താസ്വാ നോമ്പല്ലേ, മുഹറം അല്ലേ. ഇപ്പം രാത്രി ഞാൻ എന്ത് ചെയ്യാണ്, നാളെ മുഹറം 10-നുള്ള നോമ്പ് നോക്കാനിരിക്കുന്നു നമ്മൾ ചൊല്ലി പറയേണ്ട ആവശ്യമുണ്ടോ? അതോ മനസ്സിൽ നാളെ നോമ്പാണ് എന്ന ഉദ്ദേശം തന്നെ എന്തായി, നിയ്യത്തായി. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, ഒരു ഉസ്താദൊക്കെ വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അതൊരു ആദരവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണമല്ലോ. ഞാനത് ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറയും നമ്മൾ, ഇല്ലല്ലോ. അതേപോലെ തന്നെ എല്ലാ കർമ്മങ്ങൾക്ക് പിന്നിലും അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വിശദമായിട്ട് പറയും. കൽബാണ് അതിൻ്റെ മഹല്ല്. കൽബിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കൽബ് രാജാവാണ്, ഹൃദയം രാജാവാണ്, ഹൃദയ രാജാവാണ്. അതനുസരിച്ചിട്ടാണ് പ്രജകളായ അവയവങ്ങൾ കർമ്മം ചെയ്യുക. കൽബിലുള്ളതേ പുറത്തേക്ക് വരും. കൽബിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവയവങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. കൽബിൽ താല്പര്യം ഇല്ലെങ്കിൽ അവയവങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. കൽബിലാണ് നിയ്യത്തുള്ളത്. പിന്നെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്കൊക്കെ നിയ്യത്ത് ചൊല്ലി പറയലുണ്ടല്ലോ. ഇപ്പം ലബ്ബൈക ഉംറത്തൻ, അത് നിയ്യത്ത് ചൊല്ലി പറയൽ, നിയ്യത്ത് വെച്ചു. അതാ ഒരു തെൽബിയത്തിനെ അതിൻ്റെ ആ ഒരു അടയാളത്തെ എടുത്ത് കാണിക്കുകയാണ് വാക്ക് ചൊല്ലിയിട്ട്. അപ്പം അതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത്. അത് നിയ്യത്ത് പറച്ചിലല്ല, മറിച്ച് എന്താണ്, അവിടെ മനസ്സിൽ നിയ്യത്തുണ്ട്, ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചു. അങ്ങനെ നമ്മളെന്താ വെച്ചാൽ അതിലൊരു വസ്വാസിൻ്റെ ആവശ്യമില്ലെന്നേ പറഞ്ഞത്. ഞാൻ നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ, എന്നാൽ അതിൽ അലംഭാവം കാണിക്കാനും പാടില്ല. അങ്ങനെയുണ്ട്. തീരണം ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കാനും പറ്റില്ല. നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലുണ്ടാവണമല്ലോ, ളുഹറാണ് അസ്റാണ്, ആ ഒരു ഉദ്ദേശം നമ്മളില്ലാതെ എല്ലാവരും കിട്ടണം അപ്പോൾ നമ്മളും കിട്ടുന്ന പറഞ്ഞ് കെട്ടാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ പ്രവർത്തനമാണ് നിയ്യത്ത് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ. ഇനി നിയ്യത്തിൻ്റെ സമയം എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്, അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നിയ്യത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുക, ഈ ഖായിദൻ്റെ കീഴിൽ എന്തൊക്കെ വരും, ഏതൊക്കെ മസ്അലകളിൽ, ഏതൊക്കെ കർമ്മശാസ്ത്രപര വിഷയങ്ങളിൽ ഈ ഖായിദ, ഏകദേശം ദീനിൻ്റെ എല്ലാ ബാബുകളിലും ഈ ഒരു ഖായിദ വരും. അഖീദ, ഫിഖ് എന്നല്ല, ഫിഖിൻ്റെ ഏകദേശം എല്ലാ ബാബിലും എല്ലാ അധ്യായങ്ങളിലും ഏത് ചർച്ചയാണ്, ഈ നിയ്യത്ത് എന്നുള്ളത് ചർച്ച തന്നെയാണ്. എല്ലാ ബാബിലും ഏകദേശം എല്ലാ അധ്യായത്തിലും. ഇനി വുളു തൊട്ട് തുടങ്ങിയാൽ അങ്ങോട്ട് എല്ലാ അധ്യായത്തിലും എന്ത് ചർച്ചയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ എന്നുള്ളത് ചർച്ചയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ 3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതന്നെ അത് ഒരു കാര്യം നമ്മൾ വിശദമായി പഠിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ പരമാവധി നോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായി. നമ്മൾ വീഡിയോ കേൾക്കാമെന്ന് വെച്ച് വിചാരിച്ചാൽ പിന്നെ അത് നടക്കില്ല, നമുക്ക് തന്നെ അറിയാലോ. അതായത് നമ്മൾ പിന്നോട്ട് മാറ്റിച്ച് നടക്കില്ല. പരമാവധി നോട്ട് ചെയ്താൽ നന്നായി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതിലൂടെ നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും കൃത്യമായ ലക്ഷ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം. അള്ളാഹിൻ്റെ വജ്ഹ് ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെയ്യാനും അള്ളാഹുവിന് വേണ്ടി ചെയ്യാനും എനിക്കും നിങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ ഖായിദയുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി, ഞാൻ പറഞ്ഞല്ലോ 11 കാര്യങ്ങൾ പഠിക്കാണ്ട് 8 കാര്യങ്ങൾ ബാക്കിയുണ്ട് പഠിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൂടുതൽ പഠിക്കാനും
അങ്ങനെ പഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അപാകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. നമുക്ക് പഠിക്കുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരം തരട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.